എന്താ അമ്മേ? എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ നീ പലതും പറഞ്ഞു ഒഴിഞ്ഞു മാറാറുണ്ട്. ഇപ്പൊ നിനക്ക് എങ്ങനെ ഈ മാറ്റം വന്നത്? എന്ത് മാറ്റം അമ്മേ? എന്നോട് ഒളിക്കണ്ട. ഇവിടെ നടക്കുന്ന ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു പ്രേമലേഖനം കൊടുക്കലും. ഓ, അമ്മ അതറിഞ്ഞല്ലേ? ആരും അറിയരുതെന്ന് കരുതിയാ ഞാനത് രഹസ്യമായി കല്യാണി അമ്മയോട് പറഞ്ഞത്. നാണം കെട്ടവൻ. കല്യാണി ഒരു അമ്മയല്ലേ? അവളുടെ മനസ്സ് വേദനിക്കില്ലേ? അത് നീ ഓർത്തോ? നീ അവളോട് മാപ്പ് ചോദിക്കണം. ഞാനെന്തിനു മാപ്പ്? അതൊന്നും പറഞ്ഞാ പറ്റില്ല. മാപ്പ് ചോദിച്ചേ പറ്റൂ. ഈ തള്ള കൊളാക്കുവോ? ഇതിനൊക്കെ മാപ്പ് പറയണോ അമ്മേ? ഒന്നും പറയണ്ട, നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. മോനെ, മോൻ വിഷമിക്കണ്ട. എന്താ ടീച്ചറെ ഇത്? പിള്ളേരെന്തെങ്കിലും ചെയ്താ അതിന് മാപ്പ് ചോദിപ്പിക്കാനൊക്കെ പാടുണ്ടോ? വിട്ടുകളാം. അങ്ങനെയല്ല. അങ്ങനെയാണ്. എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ധർമ്മമോ പൊക്കോ. പൊയ്ക്കോന്ന്. ഇതൊക്കെ അമ്മായി പറഞ്ഞ് ശരിയാക്കിക്കോളാം. പൊക്കോ. എന്റെ ടീച്ചറെ, കണ്ണടയ്ക്കാവുന്ന തെറ്റുകളൊക്കെ കണ്ണടയ്ക്കണം. ചോദിക്കുമ്പോഴാ പിള്ളേർക്ക് വാശി കൂടുന്നത്. ആ, സൂക്ഷിക്കേണ്ടത് നിന്റെ മോളാ. ആമ്പിള്ളാർക്ക് എന്തെങ്കിലും തോന്നുന്ന വിധത്തിൽ പെൺകുട്ടികൾ നടക്കരുത്. എനിക്ക് വയ്യാവേലിയായ ആ നിമിഷം രണ്ടിനെ ഞാനിവിടെ നിറക്കും. തൽക്കാലം രക്ഷപ്പെട്ടു. ആ പൊട്ടൻചക്കൻ ഇനി കുമ്പസാരം നടത്താതിരുന്നാ മതിയായിരുന്നു. അയ്യോ, ഏ താമര, എന്താ നീ കാണിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? ഞാൻ മരിക്കാൻ പോവാ. എനിക്കിനി ജീവിക്കണ്ട. ഒന്ന് മിണ്ടായിരുന്നേ. എല്ലാം കൂടെ എന്നെ ആർക്കും വേണ്ട. പണവും ഇല്ല, ഭംഗിയും ഇല്ല. പിന്നെന്തിനാ? ഇങ്ങോട്ടേ വരാൻ. കുട്ടി, ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ഗീത അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ധർമ്മേട്ടനെ എന്നെ മാത്രം ഇഷ്ടമില്ലാതെ ഉള്ളൂ അല്ലേ? ഗീതയെ ഇഷ്ടമല്ലേ? അയ്യേ, ഞാൻ ഭഗവത്ഗീതയുടെ കാര്യമാണ് പറഞ്ഞത്. ആരെങ്കിലും ഒരാൾ നിഷേധിച്ചെന്ന് കരുതി താമര ഒന്നിനും കൊള്ളാത്തോളെന്ന് അർത്ഥമില്ല. എന്നാ പറ, ഞാൻ കൊള്ളാവോ? പിന്നെ എന്നിട്ടെന്താ ധർമ്മേട്ടൻ എന്നെ പിടിക്കാത്ത? അത് പൊതുജനത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതാ കുട്ടി എന്റെ ജീവിതം. കല്യാണം കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു വെച്ചൂടെ? എന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹമില്ല. നിന്നെ വിവാഹം കഴിക്കാൻ നല്ലൊരാൾ വരും. ധർമ്മേട്ടൻ ആരെങ്കിലും കൊണ്ടുവരുവോ? അത് ഞാൻ ശ്രമിക്കാം. വാക്കല്ലേ? ഇനി ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും താമര കാണിക്കരുത്. കാണിക്കോ? ഇല്ല. ആരും ഒന്നും അറിയണ്ട. ഞങ്ങളെല്ലാം അറിഞ്ഞു. നിങ്ങളെപ്പോ ഒന്നു? ആരും വരില്ലാന്ന് കരുതി അല്ലേ? അത് പിന്നെ താമര, ധർമ്മേട്ടാ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, മറക്കല്ലേ? പാവം കുട്ടി, ഞാൻ കണ്ടില്ലെങ്കിൽ കുഴപ്പമായനെ. ഞങ്ങൾ കണ്ടില്ലേലും കുഴപ്പമാവുമായിരുന്നു. എല്ലാം കഴിഞ്ഞു അല്ലേ ഏട്ടാ? അമ്മയെങ്ങാനും ഇത് അറിഞ്ഞ? നിങ്ങളാരും അമ്മയോട് പറയരുത്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം? എന്തെങ്കിലും ഒരു ചമ്മലുണ്ടോ നോക്കി. ഏട്ടന്റെ പെരുമാറ്റം കണ്ടിട്ട് ഇതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള മാതിരി. മാലാഖയുടെ വേഷവും ചെകുത്താന്റെ സ്വഭാവവും. ഏട്ടനെ നമുക്ക് ഉപദേശിക്കണം, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഇനി മുതൽ ഏട്ടനൊരു കാവലുണ്ടാവുകയും വേണം. ഇനി ഇത് ആവർത്തിക്കാൻ സമ്മതിക്കരുത്. ശരിയാ, നിങ്ങൾ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ല്. ഭീമേട്ടൻ വരുന്നില്ലേ? എനിക്ക് ഉറക്കത്തിനിടയ്ക്ക് എഴുന്നേറ്റ് വിശക്കും. ഞാനൊന്ന് അടുക്കള വരെ ചെല്ലട്ടെ.
ഇനി കാലമെങ്കിലും മിച്ചം കിട്ടിയാ കൊള്ളാം.